ഹായ് ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഉറങ്ങി ജനിച്ച എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഖത്തറിൽ ആരും ഇതുവരെ കാണിക്കാത്തൊരു സ്ഥലം കാണിച്ചു തരാം. ഇതൊരു ഗ്രാമം എന്ന് തന്നെ പറയാം. ഖത്തറിന്ന് വിട്ട് സൗദിയിൽ എത്തിയോന്ന് ചോദിച്ചാൽ സൗദിയിൽ എത്തിയില്ല, അങ്ങനെ ഒരു സ്ഥലം. അപ്പം എൻ്റെ അക്കോമഡേഷനൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ചുറ്റുപാടൊന്ന് കാണിച്ചു തരാം. അതിന് തന്നെ നമ്മുടെ അടുത്തുള്ള പള്ളി കാണിച്ചു തരാം. This is mosque. പള്ളി ഇവിടെ തന്നെ. സ്കൂള്, ഇതൊരു സ്കൂളാണ്. ഇപ്പോൾ സൺസെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കില്ലേ ഒരു ബെസ്റ്റ് സൺസെറ്റ് സ്പോട്ടുണ്ട്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലൈക്ക് ഈ പിള്ളേർ സ്ഥലത്തുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് സൺസെറ്റ് ഇരിക്കുന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് കാണിച്ചു തരാം അവിടെ എത്തിയെങ്കിൽ. എന്നിട്ട് മുമ്പ് അവിടെ പോകുന്നതിന് ഇവിടെ ഒരു സൂക്കുണ്ട്, ഒരു സൂക്കേ ഉള്ളു ചെറിയൊരു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം. മുന്നോട്ട് നമുക്കിങ്ങനെ ഇതിലെ കൂടി നടന്നിട്ട് ഇങ്ങനെ പോകണം. ഇതെങ്ങനെ ഉണ്ടാക്കിയ മൈ ഫേവറേറ്റ് അതിൻ്റെ കളക്ഷൻസ് എങ്ങനെയുണ്ട് ചെരുപ്പിൻ്റെ അല്ല മറ്റേ അതിനെന്ത് പറയല് ബീഡ്സ്, അതിൻ്റെ കളക്ഷൻസ് ഇനിയുണ്ട്, വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയിട്ട് വീഡിയോയിലോട്ട് ബാക്കി ഇങ്ങനെ. അതിനെന്താ പറയല് ഇലക്ട്രിക് പോസ്റ്റാണ്. ഇലക്ട്രിക് പോസ്റ്റ് അല്ല, എന്തോ വൈദ്യുതി നിർമ്മാണത്തിൻ്റെ എന്തോ സാധനം. ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അടുത്തേക്ക് പോയിട്ട് ഞാൻ ഓടാൻ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലാണ് ഓടാൻ പോയിക്കൊണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വരും. എന്നിട്ട് ഇതിലേ കൂടി പോയി അവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് ലാസ്റ്റ് അവിടുന്ന് റൈറ്റ് എടുക്കും. എന്നിട്ട് അവിടുന്ന് അങ്ങനെ പോകും. അപ്പോൾ ഓടാനല്ല പോകുമ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈത്തപ്പഴം കണ്ട, ഈത്തപ്പഴമൊക്കെ നമുക്ക് ഇങ്ങനെ പറിക്കാം. പക്ഷെ ആരാണ്ടത് ഇപ്പോൾ ചോദിക്കാണ്ട് പറിക്കാം. കാരണം കണ്ട പറഞ്ഞില്ലേ ഈത്തപ്പഴം. This is Qatar for you. ഈത്തപ്പഴം അത്ര നമ്മളെ കാർഷിക ഭവനിലല്ല തേങ്ങ പിടിക്കുന്നില്ല, ബയോല എന്തോ ചെയ്തിട്ട് അങ്ങനെയല്ല, അത്ര തായുണ്ട് ഇവിടെ. നമുക്ക് പറിക്കണമെങ്കിൽ അവരെ പെർമിഷൻ വേണം. ഒരു സാധനം വെരി വണ്ടർഫുൾ ഫ്ലവർ. ഇതിൽ എൻ്റെ മന തേനീച്ച. ब्लॉग बनाता है आप ही का तो ब्लॉग बनाने का टाइम मिलता है, हम लोग को किधर मिलता है? तो सही है. ഞാൻ ഇവരാരും ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കുറേണ്ടാ മറ്റേ തേൻ കുടിക്കുന്നു, പറക്കുന്നു, പാലായന ആ സാധനം ഫസ്റ്റ് ടൈം അത്ര ഒന്നിച്ച് കാണുന്ന തേനീച്ചെന്ന് തോന്നുന്നു. എന്തല്ല
God has made everything in a better way. വീട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓടി വന്നിട്ട് ഇവിടെ എത്തിയാൽ ഞാൻ ഇതിലേ പോവും ഓടാൻ. ഇതൊരു സ്ഥലം തന്നെ മോനെ. അപ്പം എന്നെ ഡ്രോപ്പാക്കാൻ വരുന്ന ഫ്രണ്ട്സെല്ലാം ഇല്ലേ കളി കഴിഞ്ഞിട്ട് അവരാദ്യം വരുമ്പോൾ ചോദിക്കും നീ ഖത്തറിൽ തന്നെയാണോ ജീവിക്കുന്നത്? പക്ഷെ ഇവിടെ ഇല്ലേ മഴ ഒരു 2-3 പ്രാവശ്യം മഴ പെയ്തിന്. ആ സമയത്തൊക്കെ സെറ്റാണ്, ഗ്രാമത്തിൽ മഴ പെയ്ത പോലെ. അപ്പം നല്ല രസമാണ്. ചാച്ച സൂപ്പർമാൻ. That's a sunset. That's sunset. That's sunset for you guys. This is also Qatar. അങ്ങനെ ലാസ്റ്റ് പോകണം പായാമോ. നമുക്ക് സൺസെറ്റിൻ്റെ അടുത്ത് മുമ്പ് നമുക്ക് ആ സ്പോട്ടിലെത്തണം. അതുകൊണ്ടില്ലേ അപ്പോൾ ഞാൻ അടുത്തേക്ക് പോകുന്നു. ഫസ്റ്റ് ഇവിടെ നല്ലൊരു കറക്റ്റ് ഒരു മരം പോലത്തെ സ്ഥലമുണ്ട്. ഞാൻ അവിടെ കാണിച്ചു തരാം. ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷീൻ്റെ ചിറുപ്പ് 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 ചിറുപ്പ്. ഓ എന്ത് ഹ്യൂമിഡിറ്റി അറിയോ, കുളിച്ചിട്ട് വന്നാൽ എന്നിട്ട് ഇപ്പോൾ അതിൽ തുടങ്ങി സർക്കാരിന് സ്വെറ്റിങ് ഭയങ്കരമുണ്ട്. സമയത്തേ 6 മണി. എടാ സൺസെറ്റ് മിസ്സാവിടെ ആ സ്പോട്ടിൽ നിന്ന് എത്തും തോന്നില്ല അടുത്തേക്ക്. ഞാൻ കാണിച്ചു സൂര്യോദയം. ഞാനില്ല എൻ്റെ ട്രൈപ്പോഡ് മാറ്റിയിട്ട് സ്റ്റിക്ക് തന്നെ വെച്ചിന്. അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെ കണ്ടത് 1 മീറ്റർ ലെങ്ത്തിലുള്ള വ്യൂ ആയിരിക്കും. ഞാൻ ഡൗൺ ആക്കി. ട്രാവൽ എന്തെങ്കിലും വ്യൂസൊക്കെ കിട്ടണമെങ്കിൽ മാത്രം നമുക്ക് 1 മീറ്റർ ലെങ്ത്ത് ഉപയോഗിക്കാൻ വിചാരിക്കാം. മറ്റേ ചിലൊക്കെ ചെറുത് ട്രൈപ്പോഡ് തന്നെ മതി. കാരണം എപ്പോഴും അത് പൊന്തിച്ച് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങനെ പോകണമല്ലേ. ഇതാണ് സ്ഥലം. അപ്പോൾ ഇത് നമുക്കൊന്ന് അപ്പുറത്ത് സൗദിയാണ്. അത്ര ദൂരം ഒന്നുമില്ല, വെറും മരുഭൂമി. അങ്ങപ്പുറം കാണുന്നുണ്ട്, അറിയില്ല നിങ്ങൾക്ക്. ഫുൾ എംപ്റ്റി റോഡ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു നാടൻ സ്റ്റൈലല്ല, ഒരു ഭയങ്കര രസമുള്ളൊരു ഈടാകെ രസമുള്ള ഇത്. പിന്നെ ഒന്ന് ഫ്ലവർ ഉണ്ട്, വെള്ള പേപ്പർ ഫ്ലവർ ഇല്ലേ, അതിൻ്റെ ഒരു സ്ഥലമുണ്ട്. അതാ അങ്ങോട്ട്. അത് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരു ദിവസം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ വേണമെങ്കിൽ ഒന്ന് ഷെയർഡാക്കി തരാം. ആ സ്ഥലത്ത് നമുക്ക് ഒരു ദിവസം പോവാം. ഇത് അടുത്ത് തന്നെ. ഇത് നോക്കിയേ, ഇത് കറക്റ്റ് ഒരു നല്ലൊരു ഫീൽ ഗുഡ്. അപ്പുറത്തെ വാട്ടർ പ്ലാന്റേഷൻ എന്ന് തോന്നുന്നു, വള്ളത്തിൻ്റെ സംഭരണി, വാട്ടർ സംഭരണം. ചെടിക്കല വെള്ളമൊക്കെ അങ്ങോട്ടൊന്നുമില്ലേ. അപ്പോൾ ഇതിൽ സംഭരണിച്ചിട്ടാണ് അവർ ഇത് കൊണ്ടുവരുന്നത്. ഈ സണ്ണിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ കറക്റ്റ് ഇങ്ങനെ വരണം അല്ലേ. നല്ല കിട്ടുന്നത്. പക്ഷികൾ, ഹായ് പക്ഷികളെ. അപ്പുറത്തെ വാട്ടർ സംഭരണിയാണ്, അതിലേക്ക് പോകാൻ എന്തൊക്കെയല്ല. ഇവിടെ ഏടി പോകാനുള്ള പേടിയാണ്. ഏടെല്ലാം റെസ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ആൾക്കാരിന്. അതൊന്നുമില്ല, എന്തോ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിറ്റ് നല്ലൊരു പോയിന്റ് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നുപോയി. അപ്പോൾ ഇത് നോക്ക്,
ഏതാ വ്യൂ? ശരിക്കും അങ്കില്ലേ പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പേർലക്കായൻ്റെ ചെടി, ബുഗിരി, പേർലക്കായി എല്ലാം ഉണ്ട്. ഞാൻ ഖത്തറിലെല്ലാം ആദ്യം പേരും വിചാരിച്ചോണ്ട് ഈടെല്ലാം മരുഭൂമി, പകുതിയിലെ മരുഭൂമി തന്നെ. പക്ഷേ ഇതുപോലെ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയത് ഈ ഖത്തർ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കോർണിഷ്, മിനാപ്പോട്ട്, പിന്നെന്താ മൂൺ ടവർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളല്ലേ, വില്ലാജ് മാള്, അങ്ങനത്തെ സിറ്റീസ് മാത്രമല്ല. നിങ്ങൾ കാണാത്തൊരു വില്ലേജ് ഞാൻ കാണിച്ചത് ഖത്തർ. നോക്ക്, കാണ്, ഇതും ഖത്തറാണ്. ദി ബ്യൂട്ടി ലൈസ് ഇൻ. ഈടെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു മോനെ. ആ സമയത്ത് വ്ലോഗ് എടുക്കുന്നുണ്ടായിട്ടാ. ആ സമയത്തല്ലേ ഈടെല്ലാം ഫുള്ള് വെള്ളം. അപ്പോൾ എന്തൊരു രസം അറിയാം ഇവിടുന്ന്, സത്യം. ദി ബ്യൂട്ടി. അപ്പോൾ ദോഹല് കോർണിഷിലെല്ലാം നല്ല രസമുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ ഫീൽ ഞങ്ങൾക്ക് കറക്റ്റ് ഭയങ്കര മിസ്സായി വന്നിട്ട് ഖത്തറിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, സൺസെറ്റ് ഓൾവേസ് മൈ ഫേവറേറ്റ്. നാട്ടിലെ 5 മണി, ഇവിടുത്തെ 5 മണി എത്തിപ്പോൾ എത്ര ആയെങ്കിലേ 5 മണിയാകുമ്പോൾ നാട്ടിലുണ്ടാകുന്ന ആ കളിക്കാൻ പോകുന്ന ആ ഒരു മിസ്സിങ് ഉണ്ടല്ലോടാ, അത് എപ്പോഴും ഒരു വല്ലാത്തൊരു ഫീലാണ്. വൈകുന്നേരത്തെ 5 മണി 4:30 മണിയാകുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. നിങ്ങൾക്കത് കാണിച്ചിട്ടല്ലേ, ആ വ്യൂ കാണിച്ചിട്ടാ തമ്മനയിലാക്കാണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ ഒരു രസമുണ്ട് മോനെ. പക്ഷെ ഇതിൻ്റെ ചെടിയിൽ ഇപ്പോൾ ചൂടായിട്ടില്ലേ പോയി ഇങ്ങനെ. വാവ്, ഇത്ര തന്നെ ക്യാമറ താത്താം. അപ്പം സൺസെറ്റ് ഉണ്ടോ, നമുക്ക് അവിടെ പോവാം. അവിടെ റണ്ണിങ് ട്രാക്ക് ഉണ്ട്, വലിയ റണ്ണിങ് ട്രാക്ക്. ഞാൻ റോസിയിലെ റണ്ണിങ് ട്രാക്കിന് പോയി. ഫസ്റ്റത്തെ 10 കിലോമീറ്റർ ഞാനില്ല പോയാൽ സ്ട്രൈറ്റ്. ഓ അങ്ങ് അപ്പം ഇങ്ങനെ ഒറ്റക്കെല്ലാം പോവാ. നിങ്ങൾ സോളോ ട്രാവൽ ആക്കണം ലൈഫിൽ ഒരിക്കലെങ്കിലും. ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ പോകണം, ഒറ്റക്ക് പിന്നെന്താ റെസ്റ്റോറൻറ്റിൽ പോകണം, പിന്നെന്താ ഓക്കെ നിങ്ങൾ ലൈഫിലേ ചെയ്യണം. ഒറ്റക്കില്ലേ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ കോൺഫിഡൻസ് കിട്ടും എന്ന് വിചാരിക്കുന്നത് ഞാൻ. ഒറ്റക്ക് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം, പിന്നെ ഒറ്റക്ക് നിങ്ങൾ ട്രാവൽ ആക്കണം. എനിക്ക് ഒറ്റക്ക് നടന്നിട്ട് പോകണം. എന്ത് കാര്യം നമ്മൾ ഒരാൾ ഡിപ്പെൻഡ് ആക്കണ്ട, ഓനില്ലാണ്ട് പോകാൻ കാല ആരുമില്ല. ഞങ്ങൾക്ക് ആരുമില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇഷ്ടത്തിന് പോവാം. ഇപ്പം എൻ്റെ ഒക്കെ ഒരുത്തനുണ്ടെങ്കിൽ നമ്മൾ തനിച്ചാണെങ്കിൽ നമുക്ക് ഓനെ വെയിറ്റ് ആക്കണം, ഓനിപ്പോൾ എന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ ഓനെ കൺവിൻസ് ആക്കണം ഒരു കാര്യം പറഞ്ഞിട്ട് എന്നുള്ള അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഒറ്റക്കാകുമ്പോൾ. യെസ്, ഞാൻ തന്നെ ലാസ്റ്റ് ടൈം വെക്കേഷൻ നാട്ടിൽ പോയിട്ടാകുമ്പോൾ ഒരു 12 days സോളോ പോയിട്ടുണ്ടായിരുന്നു മോനെ. ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്. കുറേ കാര്യങ്ങൾ ഇതെല്ലാം നോക്കുവാ. RB പേരിലെല്ലാം ഫുള്ള് നമ്മളെ നാട്ടിലുള്ള പേരിലുള്ളതിനേക്കാൾ ചെടിയിടുണ്ട് എത്രയോ. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവലാക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും എന്താ പറയുക ട്രൈ ആക്കുക. കുറേ എക്സ്പീരിയൻസ് ആയി നമുക്ക് ഗെയിൻ ആക്കാൻ കഴിയും. കുറേ ആൾക്ക് എന്നോട് കുറേ ആൾ പറയും ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്നത്, ഒറ്റയ്ക്ക് ജസ്റ്റ് എന്തില്ല നമുക്ക് കുറേ ഇൻ്ററാക്റ്റ് ആക്കാൻ പറ്റുമോ കോൺഫിഡൻസിൽ. നമുക്ക് ആരെ ഫസ്റ്റ് ശീലം ആദ്യമൊക്കെ ചടപ്പൊക്കെ ഉണ്ടാവും, ചോദിച്ച് പോലെ തന്നെ. ഇത് ഇവിടുത്തെ ജിൻ ഹൗസ് എന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കുറേ കൊല്ലം ഇങ്ങനെ ബന്ധാക്കിയിട്ടിട്ട്. അപ്പോൾ ഇത് കുറേ ക്ലോസ് ആക്കി ഇട്ടിട്ട് എന്താ കാര്യമെന്നറിയില്ല. എല്ലാവരും പറയുന്നത് ഇവിടെ ജിന്നുണ്ട് അങ്ങനെയെന്നൊക്കെ, അറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിലുള്ള സൂക്ക്. ഈ ഹോട്ടല് അങ്ങോട്ട് ഫുള്ള് ഇത് ഷോപ്പ് ഇതെല്ലാം അങ്ങോട്ട് അധികം പോകുന്നില്ല, ലാസ്റ്റ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ
ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിലാണെന്നുള്ള സാധനം കാണിച്ചു തരാം. ചാർജ് ഇപ്പോൾ ഓഫ് ആവും. പക്ഷേ ബാറ്ററി വേറെ എടുത്തിട്ട് മതി. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വരുന്നു. മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് മോനെ സാധനം. ഇതിൻ്റെ മുകളിൽ കയറണം. കറക്കാലോ. ദിസ് ഈസ് ഇവിടേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ മേലെ പ്ലേസാണ്. പക്ഷെ ഞാൻ അത് സണ്ണ് പോയിടാ. 5 മിനിറ്റ്. ദിസ് ഈസ് പ്ലേസ്. ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കും. ആ കട്ടയിൽ ചെയ്തിട്ട് ഇങ്ങനെ സൺസെറ്റ് നോക്കിയിട്ട് ഇരിക്കും. ദിസ് ഈസ് പ്ലേസ്. ബെസ്റ്റ് മോനെ. ഇവ ചൂട് കൂടുണ്ടില്ലേ, അത്ര ബെസ്റ്റ് അല്ല, എന്നാലും ഫുള്ള് വൈഡിലിട്ട് കാശ് ചെയ്യുന്നത്. ഈ സ്റ്റിക്കിനെ കൊണ്ട് കൊണത് ഇപ്പോൾ കിട്ടിയ വിഷ്വൽസില്ലേ, അത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ദാറ്റ് ഈസ് അതാണ് ഞാൻ പറഞ്ഞ സൺസെറ്റ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒന്ന് സൺറൈസ്, അതൊറ്റക്ക് തന്നെ നോക്കിയിട്ടിരിക്കുക. എവിടെയാണ് സൺറൈസ് നോക്കിയിട്ടിരിക്കുക ഭയങ്കര താല്പര്യം. പിന്നെ സൺസെറ്റും ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരിക്കും ആ സമയത്ത്. ദാറ്റ് ഈസ്. പക്ഷെ ഇപ്പോൾ പോയിടാ. പിന്നെ ചൂട്, സ്വെറ്റിങ് ആവുന്നുണ്ട് ഓൾറെഡി. നെക്സ്റ്റ് ടൈം കാണിച്ചാൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് പുതിയതായിട്ട് ഇതാണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഒരു സാധനം. ഇത്രയും വലിയ ബിൽഡിങ് ഈ ഒരു ഗ്രാമത്തിൽ എന്തിനെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഫുൾ പൈസ കൊടുത്തിട്ട് മോട്ടിക്കിട്ട് ഫുൾ ചിലവ്. പക്ഷെ ഇതുവരെ പണിയില്ല. എത്ര കൊല്ലായോ ഇത് വന്നുകൊണ്ട് നമുക്ക് നേരെ നടന്നിട്ട് പോവാം ബാക്കിലേക്ക്. ആര് കാണുന്നുണ്ട്. തല ഇറങ്ങിയോ പൊന്നെ, എന്തിടാ സെറ്റ് ചെയർ, നെക്സ്റ്റ് ചെയർ, സ്റ്റെയർ. ഇത്ര സമയം ചൂട് സ്വെറ്റിങ് എന്നെല്ലാം പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് വന്നിട്ട് എന്താക്കുന്നുള്ള നോക്ക്. കട്ടൻ, ഈ ചൂടത്തും കട്ടൻ ചായ കുടിക്കണമെന്നുള്ള ഇത് വിചാരിക്കും. എന്തോ കുടിക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ചായ കുടിക്കാണ്ട് ഒരു ഈവനിങ് ഇല്ല. കട്ടൻ ചായ, പാൽ ചായ കുടിക്കൽ കുറവല്ല. കട്ടൻ ചായ കുടിക്കൽ കുറവന്നെ. കോഫി ഓൺലി, ബ്ലാക്ക് കോഫി മാത്രം കുടിക്കലുണ്ട്. അപ്പോൾ ഇവിടെ കട്ടൻ ചായ കുടിക്കാൻ ഓക്കെ. ചായ കുടിച്ചിട്ട് കാണാം. ദിസ് ഈസ് അവർ ഹോട്ടൽ. ഇത് നമ്മളിവിടെയുള്ള റോയൽറ്റി നമ്മൾ ഈ ഗ്രാമത്തിലുള്ള റോയൽറ്റി ഉള്ള ബാർബിക്കാനുണ്ട്. നമ്മളെ ചക്കമാറന്ന ഹോട്ടല് മലയാളീസാണ്. അപ്പോൾ ഈ ഉംസലാലി സക്കാമ ഏരിയയിലുള്ള പെരുന്നാൾ ഇവിടെ കയറിക്കോ. റോയൽറ്റി നല്ല ഹോട്ടൽ, ചെക്കന്മാരന്നെ എല്ലാം മലയാളീസ്. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് ഫോർ യു. ഇത്ര തന്നെ കുറേ സ്ഥലമുണ്ട്. ഒന്നാമത് നൈറ്റായി, പിന്നെ ചൂട് ഭയങ്കര കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറ്റുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ വേറെ വീഡിയോ ആഡ് ആക്കും. അല്ലെങ്കിൽ ദിസ് ഈസ് ഫോർ യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. അതുക്ക ബൈ.